എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആറാലമൂട് മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ മുറതെറ്റാൽ മഹാനായ അത്ഭുതങ്ങളുടെ കമനീയമായ ശേഖരമായ അനുഗ്രഹങ്ങളുടെ പറുദീസയായ എൻ്റെ മഹമൂദ് പാടചാരത്ത് വന്നുകൂടിയ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഇതുപോലെ ഒരു സന്ധ്യാരാവിൽ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്ന 10,000 സ്വഹാബികളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സ്വഹാബാ, അർശിന്റെ തണല് കിട്ടാനുള്ള ഒരു 3 എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടോ? സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നാളെ ആരാരുമില്ലാതെ ഒരുപടി തണലിന് വേണ്ടിയിട്ട് കൊടുക്കപ്പെടുന്ന ആ ആഖിറത്തിലെ ആ ശക്തമായ ചൂടിന്റെ മുമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോ ഒരു തണല് കിട്ടുന്ന ഒരു കാര്യം നബി തങ്ങൾ അങ്ങ് പറഞ്ഞു തരാമെന്ന് പറയുമ്പോ സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം, യാ റസൂലല്ലാഹ്, ഒരു തണലുമില്ലാത്ത സമയത്തൊരു തണല് കിട്ടുന്ന ഏത് കാര്യമാ? ഒരാൾ പോലും കടന്നു വരാത്ത സമയത്ത് സഹായം കിട്ടുന്ന ഏത് കാര്യമാ? ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, വേദനിച്ചു കഴിയുന്ന മുസൽമാൻ നിങ്ങളുടെ നാട്ടിലുണ്ടോ? എന്റെ വഴിമുക്ക് നിന്ന് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട ആറാലമൂടിലെ കാട്ടാക്കടയിൽ നിന്ന് വന്ന ബാലരാമപുരത്ത് നിന്ന് വന്ന ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാമെന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ വീട്ടിൽ ഒരു വേദനാജനകമായ സാഹചര്യത്തില് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടുന്ന് വയ്യാതെ കിടക്കുന്നുണ്ടോ? ആരെങ്കിലും അവിടുന്ന് വിഷമിക്കുന്നുണ്ടോ? ഒരു മുസ്ലിമിന്റെ വേദനയിൽ പങ്കുചേർന്നാൽ, ഒരു വയ്യാതെ കിടക്കുന്ന രോഗിക്ക് അവിടുന്ന് സഹായിച്ചാൽ, ഒരു മുസ്ലിമിനെ അവിടുന്ന് സന്തോഷിപ്പിച്ചാൽ, ഒരു പാവപ്പെട്ടവനെ അവിടുന്ന് സന്തോഷിപ്പിച്ചാൽ, അത് മുസ്ലിമെന്നോ അമുസ്ലിമോ എന്നോ ഇല്ല, രോഗിയായ മനുഷ്യനെ ഒന്ന് ശുശ്രൂഷിച്ചൊരു നല്ല വാക്ക് പറഞ്ഞ നിനക്ക് അർശിന്റെ തണലാ, കഷ്ടപ്പാടിന്റെ കൈപ്പൊടിയിലെറിഞ്ഞിട്ട് ഒരു നേരത്തെ അന്നം പോലുമില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഴിയുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയുടെ ചാരത്ത് വന്ന് നീട്ടിയിട്ട് നിന്നോട് യാചിക്കപ്പെടുമ്പോ ആ യാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ആക്ഷേപസ്വരങ്ങൾ വീർഷിക്കാതെ, അവന്റെ മുഖത്ത് നോക്കിയിട്ട് അവിടുന്ന് ചീത്ത വിളിക്കാതെ, അവന്റെ കൈ പിടിച്ചിട്ട് അവിടുന്ന് റിസ്ക് കൊടുക്കുന്ന, എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടോ? ആ ഉമ്മക്ക് അർശിന്റെ തണല് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാട്, എന്റെ തിരുസുന്നത്തിനെ മുറുകെ പിടിക്കുന്നവൻ ആരാട്? ഏത് പ്രതിസന്ധി വന്നാലും, ആര് ആരോപണം പറഞ്ഞാലും, ആര് നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും, ആര് നിങ്ങളെ വേർപ്പെടുത്തിയാലും, ആര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നിങ്ങളെ തടഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ കണ്ണുനീര് നൽകപ്പെടുന്ന വാക്കുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിയാലും, എന്റെ ഹബീബിന്റെ തിരുസുന്നത്തിനെ നെഞ്ചോടടക്കി പിടിക്കാൻ കഴിയുന്ന ഒരു സുന്നിയോടാണ് എന്റെ വർത്തമാനം. ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്ന പെങ്ങളെ, നിനക്ക് അർശിന്റെ തണലുണ്ട് പെങ്ങളെ. ഈ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിരിക്കുന്ന ഉമ്മ, നിനക്ക് അർശിന്റെ തണലുണ്ട് ഉമ്മ. ഈ ദുനിയാവൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും ഉമ്മ. ദുആ കാണപ്പെടുന്നതായ മൈലാഞ്ചി ചെടികൾക്ക് താഴെ എത്രയോ ആരോഗ്യ ദൃഢഗാത്രന്മാരുണ്ടായിരുന്നു, എത്രയോ മേധാവികളുണ്ടായിരുന്നു, എത്രയോ മേധാവികളാണ് അവിടെ കിടക്കുന്നത്. ഈ ഭൂമിയുടെ മുകളിൽ എത്രയോ നേതാക്കന്മാരായിരുന്നു, എത്രയോ വലിയ വലിയ തമ്പുരാക്കന്മാരായിരുന്നു, എത്രയോ വലിയ വലിയ അധികാരികളാ പേരക്കമരത്തിന്റെ ചോട്ടിൽ കിടപ്പുണ്ട്, ആ റോസാമരത്തിന്റെ ചോട്ടിൽ കിടപ്പുണ്ട്, ആ മൈലാഞ്ചി ചെടിയുടെ ചോട്ടിൽ കിടപ്പുണ്ട്, ആ കള്ളിച്ചെടിയുടെ ചോട്ടിൽ കിടപ്പുണ്ട്, ആ മുല്ലവള്ളിയുടെ ചോട്ടിൽ കിടപ്പുണ്ട്, ആ കാണുന്ന 6 മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇവിടെ ഇരിക്കും നിന്റെ ഉസ്താദുമാരോട് പറയാ, നമ്മുടെ ജീവനക്ക് ആർക്കാ
ഗ്യാരണ്ടി പറയാൻ കഴിയാ? ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുകാർക്ക് ഇവിടുന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റോ? ഏതെങ്കിലും ഒരു കാർഡിയോളജിസ്റ്റിന് ഗ്യാരണ്ടി പറയാൻ പറ്റോ? ഏതെങ്കിലും ഒരു ന്യൂറോളജിസ്റ്റിന് ഗ്യാരണ്ടി പറയാൻ പറ്റോ? ഏതെങ്കിലും ഒരു നെഫ്രോളജിസ്റ്റിന് ഗ്യാരണ്ടി പറയാൻ പറ്റോ? ഏതെങ്കിലും ഒരു ഓർത്തോളജിസ്റ്റിന് ഇവിടുന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റോ? ഏതെങ്കിലും ഒരു എൻഡോക്രൈനോളജിസ്റ്റിന് ഇവിടുന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റോ? നമ്മുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവായ റബ്ബുൽ ഇസ്സത്തിന്റെ കയ്യിലാ. ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസമുള്ള എന്റെ മക്കളോട് ഞാൻ പറയാ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഗ്യാരണ്ടി റബ്ബുൽ ഇസ്സത്തായ പടച്ചോന്റെ കയ്യിലാ. ഈ പ്രസംഗിക്കുന്ന എന്റെ ജീവന്റെ ഗ്യാരണ്ടി അല്ലാഹുവിന്റെ കയ്യിലാ. ഇരുന്ന് പ്രസംഗിക്കുന്ന നിങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളുടെ ജീവന്റെ ഗ്യാരണ്ടി അല്ലാഹുവിന്റെ കയ്യിലാ. ഈ സദസ്സിന്റെ മുറ്റത്ത്, ഈ സദസ്സിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്നൊരു സഹോദരന്റെ ഭാര്യ 1500ഓളം ഡയാലിസിസ് ചെയ്ത പ്രിയപ്പെട്ട സഹോദരിയാ. എന്നിട്ടും ആ പെങ്ങളങ്ങ് ജീവിക്കുന്നുവെങ്കിൽ ഇലാഹായ റബ്ബിന്റെ കാരുണ്യമാണ്. അല്ലാഹുവല്ലാതെ നമുക്കാരുമില്ല, അല്ലാഹുവിന്റെ റസൂലല്ലാതെ അഭയമില്ല. ഈ ദുനിയാവിലെ തൊഴിലെല്ലാം നഷ്ടപ്പെടും, ഈ ദുനിയാവിലെ പേരെല്ലാം നഷ്ടപ്പെടും. ഈ ദുനിയാവാകുന്ന പടച്ചട്ട അടിഞ്ഞിട്ട നാളെ 6 അടി മണ്ണിന്റെ ഉള്ളറകളിൽ പോയി കിടക്കേണ്ട പെങ്ങള്. നമ്മുടെ അനുജന്മാരവിടെ കിടപ്പില്ലേ? നമ്മുടെ ഉപ്പാപ്പമാരവിടെ കിടപ്പില്ലേ? നമ്മുടെ ഉമ്മാമ്മമാരവിടെ കിടപ്പില്ലേ? നമ്മുടെ ഭർത്താക്കന്മാരവിടെ കിടപ്പില്ലേ? നമ്മുടെ ഭാര്യമാരവിടെ കിടപ്പില്ലേ? നമ്മുടെ ശിഷ്യന്മാരവിടെ കിടപ്പില്ലേ? ഞങ്ങൾക്ക് അക്ഷരധ്വനികൾ പഠിപ്പിച്ചു തന്ന 10,000കണക്കിന് പണ്ഡിത കേസരികളെ മണ്ണ് വലിച്ചെടുത്തില്ലേ? സയ്യിദന്മാരെ മണ്ണ് വലിച്ചെടുത്തിട്ടില്ലേ? അല്ലാഹുവേ, ആ മണ്ണിലേക്ക് കടന്നു ചെന്ന് ഈ ദുനിയാവ് മുഴുവനും നശിച്ച ആഖിറ ലോകത്ത് ചെല്ലുമ്പോ അർശിന്റെ തണല് കിട്ടാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? എന്റെ തിരുസുന്നത്തിനെ അവിടെ നിന്ന് മുറുകെ പിടിക്കാനാ. ആറാലും മൂട്ടിലെ പെങ്ങളെ, നീ ചെറ്റക്കൂരയിൽ കിടക്കുന്ന മോളാ, നീ കഷ്ടത അനുഭവിക്കുന്ന പെങ്ങളാ, പ്രയാസം അനുഭവിക്കുന്ന ഉമ്മ, നിനക്ക് 1500 കിഡ്നിയുടെ ഡയാലിസിസ് ചെയ്ത ഉമ്മയാണ്. നിന്റെ ശരീരത്തിൽ വേദനയാണ്, നിനക്ക് പ്രയാസമാണ്, നിനക്ക് ദുഃഖമാണ്, നിന്റെ രാവുകൾ മുഴുവനും അവിടുന്ന് കണ്ണുനീരിലാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ തിരുസുന്നത്തിനെ ഹയാട്ടാക്കുന്ന ഈ വേദിയിലൊന്ന് വന്നിരുന്നതിന്റെ പേരിൽ നാളെ ആരാരുമില്ലാത്ത അർശിന്റെ തണല്, ആഖിറ ലോകത്ത് നാളെ ആരാരുമില്ലാതെ കടന്ന് വിലയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് ഓഫർ ചെയ്യുകയാണ്. മൂന്നാമത്തതായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ അർശ് കിട്ടുന്ന, അർശിന്റെ തണല് കിട്ടുന്ന കൂട്ടര് നബി തങ്ങളുടെ പേരിൽ ദായിമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഉമ്മമാര് 10,000കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ദായിമായി സ്വലാത്ത് ചൊല്ലുന്നവന് മഹ്ശറിൽ ചൂടിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് ഹബീബേ ഹുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. സുബർഗത്തിൽ മെഹ്റാബിൽ സുന്ദരമായൊരു സമുണ്ട്, സയ്യിദനാ മുഹമ്മദ് സമ്പൂർണ്ണ നാമം. ഈ ലോകത്തെ ഏറ്റവും വലിയൊരു സമ്പൂർണ്ണ നാമം അത് മുസ്തഫാന്റെ നാമമാണ്. അല്ലാഹ് ബഹുമാനിച്ച നാമം, അലറി വിളിക്കുന്ന തിരമാലകൾ ബഹുമാനിച്ച നാമം. അർശും കുർസും ലൗഹും കലമുമല്ല പ്രപഞ്ചങ്ങൾ മുഴുവനും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്ന ഒരു നവോത്ഥാന നായകന്റെ പേര് മുസ്തഫ, മുസ്തഫ, മുസ്തഫ.